നമസ്കാരം. ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് എക്സ്റ്റീരിയർ റെൻഡറിങ് ഞാൻ ലാസ്റ്റ് ഇൻസ്റ്റയിൽ കിട്ടുന്ന ഒരു മോഡലാണിത്. എക്സ്റ്റീരിയർ റെൻഡറിങ് ചെയ്യുമ്പോൾ പല ആൾക്കാരും പറയുന്ന ഒരു പ്രശ്നമാണ്, പ്രോ വെർഷൻ എടുത്താലാണ് നമുക്ക് എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പൊ അതിനൊന്ന് കോൺട്രഡിക്റ്റ് ചെയ്യണം എനിക്ക്. അതായത് ഫ്രീ വെർഷൻ ഉപയോഗിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഇതിൽ ഇമ്പ്രൂവ് ചെയ്തെടുക്കാം എന്നൊന്ന് പറയേണ്ട ഒരു ആവശ്യം ഞാനിതിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് എല്ലാവരും പറയുന്നത് നമ്മൾ ഈ പ്രീ സെറ്റ്, നമുക്ക് D5 സ്റ്റുഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് പ്രോ വെർഷനകത്ത്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ കുറേ പ്രീ സെറ്റുകളുണ്ട്. ഇതാണ് ഇപ്പം ഞാനിപ്പോൾ ഈ സീൻ 1ലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ കറണ്ടിൽ ഒരു പ്രീ സെറ്റ് ഇല്ലാത്ത ഓപ്ഷനാണ്. നമുക്ക് ജിയോ ആൻഡ് സ്കൈ കിടക്കുകയാണ്. ഇവിടെ എഫക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ LUT ഒന്നും തന്നെ അപ്ലൈ ചെയ്തിട്ടില്ല, CRI ഇല്ല, ഇത് എഫക്റ്റുകളൊന്നും തന്നെ മാറിയിട്ടില്ല. വളരെ നോർമൽ സെറ്റപ്പാണ് ഇപ്പം ഈ കാണുന്നത്. ഇതിലാകെയുള്ളത് ഞാൻ അപ്ലൈ ചെയ്ത മെറ്റീരിയൽസ് ഇവിടെ കിടപ്പുണ്ട് ഈ ബിൽഡിങ്ങിൽ. ഓക്കെ, സെറ്റ് ചെയ്ത ലാൻഡ്സ്കേപ്പും ഉണ്ട്. ഓക്കെ, ഈ മരങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും പുറത്തുനിന്ന് എടുത്തു വെക്കാവുന്നതാണ്. മാക്സ് ട്രീ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, വെബ്സൈറ്റാണ് എൻ്റെ ഓർമ്മ. അവിടെ നിന്നൊക്കെ എടുക്കാം. മരങ്ങളൊക്കെ എന്തായാലും കിട്ടും, പുറത്തുനിന്ന് കിട്ടും മരങ്ങൾ. ഡൈനാമിക് ആയിട്ടുള്ള മരങ്ങൾ കിട്ടില്ല എന്നുള്ളൂ. പക്ഷെ ഒരു ഫോട്ടോ റെൻഡർ ചെയ്യാനായിട്ട് ഡൈനാമിക് മരങ്ങളുടെ ആവശ്യമില്ല, സ്റ്റാറ്റിക് ആയിട്ടുള്ള മരങ്ങൾ തന്നെ മതി. ഓക്കെ, ഇപ്പോൾ വേറെ പ്രൊജക്ട്സ് നമുക്ക് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് അതിനുള്ളിൽ നിന്ന് എടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നാലും ഒരുപാട് വെജിറ്റേഷൻ ഓൾറെഡി നമുക്കിപ്പോൾ D5ൻ്റെ സെറ്റിൽ മോഡലിൽ നേച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫിൽറ്റർ ഞാൻ ഫ്രീ ഫസ്റ്റ് ഇടുന്നു, ബ്രോഡ് ലീഫിലേക്ക് പോവാം. കണ്ടോ, നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഈവൻ ഡൈനാമിക് ആയിട്ടുള്ള ഈ സിമ്പിളിനപ്പം ഡൈനാമിക് ആയിട്ടുള്ള മരങ്ങൾ ഒരുപാടുണ്ട് ഫ്രീ ആയിട്ടുള്ള. ഓക്കെ, നമ്പർ 4ലേക്ക് പോയാൽ കണ്ട, ഇപ്പോഴും 4ലേക്ക് പോകുമ്പോൾ പ്രോ വന്നു. സെക്കൻഡിലൊക്കെ വരുമ്പോൾ കണ്ട ഇതൊക്കെ പ്രോവാണ്. ഇനി ഫസ്റ്റ് പേജിൽ എന്തോരം ഉണ്ടാവും, ഈ താഴെ ഇത്രയും പോയി കഴിഞ്ഞാൽ ഇത്രയും മരങ്ങൾ ഫ്രീ ആണ്. ഓക്കെ, അതിനകത്ത് കുറച്ച് പ്രോ ഉണ്ടാകും, ഇതും വരെ ഫ്രീ ആണ്. ഈ ഫ്രീ മരങ്ങൾ മതി നമുക്ക് നമ്മുടെ ലാൻഡ്സ്കേപ്പ് സെറ്റ് ചെയ്യാനായിട്ട്. ഇനി അതെല്ലാം പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ എടുക്കുകയും ചെയ്യും, പുറത്തുനിന്ന് എടുത്ത് വെക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ വെജിറ്റേഷൻ്റെ കാര്യം നിങ്ങൾ നോക്കുക. ഡൈനാമിക് ആയിട്ടുള്ള മരങ്ങൾ വേണമെങ്കിൽ അതും കിട്ടുന്നുണ്ട്, അല്ലാത്തതും ഉണ്ട്. വെജിറ്റേഷൻ മാക്സിമം ഫ്രീ വെർഷനിൽ തന്നെ ഈ ഉള്ളത് മരങ്ങളെല്ലാം നിങ്ങൾ റേസായി ചെയ്ത് സ്കെയിൽ, ചെറിയ ചെറിയ മരങ്ങളുണ്ടെങ്കിൽ അതിനെ സ്കെയിൽ ചെയ്ത് വലുതാക്കിയൊക്കെ നിങ്ങൾക്ക് വെജിറ്റേഷൻ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ അതൊരു പ്രശ്നമല്ല, പ്രോ വെർഷൻ ഇല്ല എന്നുള്ളത്. പിന്നെയുള്ളത് ഈ പ്രീസെറ്റ് ഇടുക എന്നുള്ളതാണ്. പ്രീസെറ്റ് ഇടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇടാണ്ടാണെങ്കിൽ നിങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഒന്ന് ജിയോ ആൻഡ് സ്കൈ, ഒന്ന് കസ്റ്റം, പിന്നെ ഒന്ന് HDRI. ഓക്കെ, ഈ 3 ഓപ്ഷനാണ് വരുന്നത്. ഇപ്പം ഇതിട്ടിരിക്കുന്ന ജിയോ ആൻഡ് സ്കൈലാണ്. ജിയോ ആൻഡ് സ്കൈയിൽ നിങ്ങൾ നോക്കേണ്ടത് ഒരു ടൈം ക്ലോക്ക് പോലെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം രാത്രി വരെയുള്ളതാണ് ഈ സണ്ണിൻ്റെ പൊസിഷൻ. അപ്പോൾ ഒരിക്കലും വൈകുന്നേരം നല്ലൊരു മോഡലിലേക്ക് പോകരുത്. അതായത് 6 മണി 7 മണി സമയം കൂടെ കാണുന്ന സമയം കണ്ടോ. അപ്പോൾ ഈ ഒരു നമ്മുടെ ലൈറ്റിംഗ് യെല്ലോയിലേക്ക് വരും കണ്ടോ. സൺ പൂർണ്ണ അസ്തമിക്കാൻ പോകുന്ന ഒരവസ്ഥ. അതിന് പകരം എപ്പോഴും ഒരു 9 മണി 10 മണി ഇടയിൽ വെക്കുക. നല്ല ഒരു വെളിച്ചമാണ്. ഈ സണ്ണിൻ്റെ ഈ ഒരു നോർത്ത് ഓഫ് സെറ്റ് റൊട്ടേഷൻ തിരിച്ചു കൊടുത്തിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു 45 ഡിഗ്രി ആംഗിൾ ഈ ഒരു നിഴൽ അടിക്കണം എന്ന രീതിയിൽ നോക്കാം. അല്ലെങ്കിൽ കുറച്ചും കൂടി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സമയമാണെങ്കിൽ ഒന്നും കൂടി താഴ്ത്തിയോ ഒക്കെ നോക്കി നോക്കാം. നല്ലൊരു ചരിഞ്ഞ് വെയിലടിക്കാനുള്ളൊരു പരിപാടി സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം എപ്പോഴും. പിന്നെ നോക്കേണ്ടത് ഈ ഒരു വെജിറ്റേഷനൊക്കെ ഉള്ളപ്പോൾ വെജിറ്റേഷനെ മാക്സിമം നിഴലടിക്കാൻ ഉപയോഗിക്കുക. ഈ കിടക്കുന്ന ഈ ഒരു വൈൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ മരം ആണെങ്കിലും ഇങ്ങോട്ട് നിഴലടിക്കുന്നതിനെ അത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. കാരണം അതിനിടയിൽ കൂടി വരുന്ന ലൈറ്റിന് ഒരു ഷാഡോ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നോക്കേണ്ടത് ഈ ഒരു ഗ്ലാസ് മെറ്റീരിയൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള നോർമൽ ഗ്ലാസ് ആയിട്ടിരിക്കുന്നത്, നോർമൽ ഗ്ലാസ് ഇതിൻ്റെ സ്പെക്കുലാർ കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഗ്ലാസ്സിൽ റിഫ്ലക്ഷൻ വരുത്താൻ നോക്കണം എപ്പോഴും. അങ്ങനെ റിഫ്ലക്ഷൻ വരുത്താൻ നോക്കുമ്പോൾ റിഫ്ലക്ട് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം. അതുകൊണ്ട് ഇപ്പം ഞാൻ ഇത് ചെയ്തേക്കണുണ്ടോ, ഈ നേരെ ഇതിൻ്റെ ഇപ്പുറത്ത് 2 മരം വലുതാക്കി സ്കെയിൽ ചെയ്ത് കൊണ്ട് വെച്ചേക്കാം. നിങ്ങൾ കഴിഞ്ഞാൽ കണ്ട ഈ വീട് ശരിക്കും വളരെ സിമ്പിൾ മോഡൽ, തട്ടിക്കൂട്ട് മോഡലാണ്. അതൊന്നും ചെയ്തിട്ടില്ല, ഫ്രണ്ട് വ്യൂ മാത്രമേ ഉള്ളൂ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് 2 വലിയ മരം സ്കെയിൽ ചെയ്തുകൊണ്ടെന്ന് വെച്ചു. അപ്പോൾ ഇതിന് സൈഡിൽ ഒരു മരം വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഗ്ലാസ്സിലേക്ക് ആ മരങ്ങളുടെ റിഫ്ലക്ഷൻ കിട്ടുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ അതിന് കറക്റ്റ് പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുക.
എന്നാലാണ് ഈ ഗ്ലാസ് ആണ് എന്ന് നമുക്കൊരു സംഭവം റെൻഡറിൽ കിട്ടുള്ളൂ. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ഒന്നത് നമ്മുടെ ഗ്ലാസ്സിനെ എപ്പോഴും എൻഹാൻസ് ചെയ്യാൻ ഇതേപോലെ സെറ്റ് ചെയ്യാൻ നോക്കണം. സെക്യുലർ അഡ്ജസ്റ്റ് ചെയ്യണം. അകത്ത് കർട്ടൻ ഇടണം. വീടിൻ്റെ അകത്ത് കർട്ടൻ ഉണ്ടാവണം ഗ്ലാസ്സുകളിൽ. പിന്നെ കൊടുക്കുന്ന മെറ്റീരിയലിനെയൊക്കെ ഒന്ന് ട്വീറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഈ സീലിങ്ങിൽ അടിച്ചിങ്ങനെ വുഡൻ പാനലിങ് ആക്ച്വലി റഫ്നെസ് കുറച്ച് ചെറിയ റിഫ്ലക്ഷൻ ഉള്ള പോലെയാണ് ഇട്ടിരിക്കുന്നത്. ചെറിയൊരു എൻഹാൻസ്മെന്റ് ഉണ്ടായിരുന്നു. ശരിക്കും ഒറിജിനാലിറ്റി അല്ല, പക്ഷെ കാണാൻ ഭംഗിയാണത്. പിന്നെ ഇതിൽ വെച്ചിരിക്കുന്ന ഈ ലൈറ്റ് എല്ലാം ആക്ച്വലി നമ്മുടെ D5 അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റാണ്. പുറത്തുനിന്ന് വെച്ചിട്ടല്ല. നിങ്ങൾക്കത് മോഡൽ ചെയ്യുമ്പോൾ വെക്കാവുന്നേ ഉള്ളൂ ഫ്രീ ആയിട്ട്. ഓക്കെ, ഈ കാർ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ഫ്രീ ആണ്. പോർഷെ നമ്മുടെ 911 ടർബോ 911 ടർബോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ കാണുന്ന റോഡ് ആക്ച്വലി D5 ഉള്ളതാണ്. ഞാൻ പെറുക്കി എടുത്ത് വെച്ചതാ. ഓക്കെ, അതെല്ലാം ഫ്രീ ആയിരിക്കില്ല, എന്നാലും മോഡൽ ചെയ്യുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ പറഞ്ഞു വരുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് മോഡലും കാര്യങ്ങളെല്ലാം ലൈറ്റിംഗ് ആണ്. പ്രീസെറ്റ് ഇടാണ്ട് കിട്ടില്ല എന്നുള്ളത്. അപ്പം ജിയോ ആൻഡ് സ്കൈ തന്നെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ സണ്ണിൻ്റെ ഈ ഒരു റൊട്ടേഷനും അതുപോലെ നോർത്ത് ഓഫ് സെറ്റും കറക്റ്റ് ഈ ഒരു ആംഗിളിൽ നിന്ന് അടിക്കാൻ നോക്കുക. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഉച്ച സമയം പോലെ നേരം മുകളിൽ നിന്ന് അടിക്കാതിരിക്കും ശ്രമിക്കുക. എപ്പോഴും ചരിച്ചടിക്കുക കുറച്ച്. ഓക്കെ, ഇങ്ങനെ ഒരു സൈഡ് വരേണ്ട രീതിയിൽ അടിക്കുക. പിന്നെ മരങ്ങൾ വെച്ചിട്ട് ആ ലൈറ്റ് നേരെ അടിക്കാണ്ട് നിഴല് പോലെ അടിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. ഇനി അതല്ല കസ്റ്റം ഇടാന്ന് വിചാരിക്കുക. കസ്റ്റത്തിൽ ഇപ്പം ഞാൻ നോക്കിയേ, ഇൻസിറ്റി 1, ഡിസ്ക്രെഡിസ് 1, ആൾട്ടിറ്റ്യൂഡ് 40. ആൾട്ടിറ്റ്യൂഡ് ഞാൻ 20 ആക്കി കുറയ്ക്കുകയാണ്. 20 മതി. അസിമുത്ത് ഞാനിങ്ങനെ കറക്കി നോക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ വെയിൽ കൂടുതലായിരിക്കും. ഇപ്പം ഇങ്ങനെയൊക്കെ വെച്ച് കണ്ടോ ഭയങ്കര വെളിച്ചാ. ഞാൻ ഒരിക്കലും എടുക്കുക റെൻഡർ ഭയങ്കര ബ്രൈറ്റ്നസ് വരുന്ന രീതിയിൽ. നമുക്കപ്പോൾ അത് നോക്കാം. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് സൺ നല്ല രീതിയിൽ വെയിൽ അടിക്കണം കിട്ടും. കുറച്ച് ഉണ്ടോ ഈ ഒരു ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ചെറിയൊരു ഷെയ്ഡ്, ഒരു ചരിഞ്ഞുള്ള ഷെയ്ഡ് ഇതിന് കിട്ടുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. വേണമെങ്കിൽ ഷെയ്ഡ് ഇല്ലാണ്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമുക്കിങ്ങനെ കുറച്ച് നോക്കാം. കണ്ടോ ഇങ്ങനെയൊക്കെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു മരത്തിൻ്റെ ആ ഒരു ചില്ലയുടെ നിന്ന് കണ്ടുക്കുന്ന ആ ഒരു ഷാഡോയും കൂടി കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്കൊരു വെളിച്ചം കൂടുതൽ ഫീലിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കട്ടെ, എഫക്റ്റ് ടാബിലേക്ക് പോവുക. ഫ്രീ ആണ്. എഫക്റ്റ് ടാബിലേക്ക് പോവുക. നമ്മുടെ എക്സ്പോഷർ ഇപ്പോൾ ഓട്ടോ എക്സ്പോഷറാണ്. ഇത് മാറ്റാം, നമ്മളെ കൺട്രോൾ ചെയ്യുക. എക്സ്പോഷർ എടുക്കുക, കുറയ്ക്കുക. ഓക്കെ, 12 കുറയ്ക്കുക. ഇപ്പോൾ ഇതിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നേരെ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. കളറൊക്കെ ഒന്ന് വൈബ്രൻ്റ് ആവും കോൺട്രാസ്റ്റ് ഒന്ന് കൂട്ടുമ്പോൾ. അല്ലേ, ഒറ്റയടിക്ക് വ്യത്യാസം വന്നാണില്ലേ. ഞാനിപ്പോൾ എൻ്റെ ചെയ്ത് കസ്റ്റം ഇട്ടു. കസ്റ്റമത്തിൽ ഞാൻ ആ ആൾട്ടിറ്റ്യൂഡ് അസിമുത്ത് മാറ്റി. ക്ലൗഡൊക്കെ ഓൾറെഡി സെറ്റ് ആയി ഇരിക്കണതാണ്, ഞാനൊന്നും മാറ്റിയിട്ടില്ല. അതൊന്നും സാധാരണയുള്ള ക്ലൗഡ് 0.5, 0.5, 0.5, 0.5, 0.1. ഓക്കെ, പ്രസിപ്പിറ്റേഷൻ ഇട്ടിട്ടില്ല, മഴ പെയ്യുന്നില്ല. എഫക്റ്റിലേക്ക് പോയിട്ട് എക്സ്പോഷർ കുറച്ച്, കോൺട്രാസ്റ്റ് കൂട്ടി. ഓക്കെ, ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് ഇവിടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി എനിക്ക് വേണമെങ്കിൽ വൈറ്റ് ബാലൻസ് കൂടി കൺട്രോൾ ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് ഒരു വാം ടോണിക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ ടോണിക്ക് കൊണ്ടുവരാം. വൈറ്റ് ബാലൻസും കൂടെ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഫ്രീ വെർഷനിലും എഫക്റ്റും എൻവയോൺമെന്റിൽ തന്നെ കസ്റ്റം അല്ലെങ്കിൽ ജിയോ ആൻഡ് സ്കൈ, എഫക്റ്റിലെ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, വൈറ്റ് ബാലൻസ്, ഇത്രയും കാര്യങ്ങൾ മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ. ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി വരുന്നത് ഇവിടെ മെറ്റീരിയൽ ഇടുന്നതനുസരിച്ച്. മെറ്റീരിയലൊക്കെ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഈ വാളിലാണെങ്കിൽ തന്നെ കണ്ടോ വൈറ്റ് വാൾ പെയിന്റ്, നമ്മുടെ D5 അവൈലബിൾ ആയിട്ടുള്ള വൈറ്റ് വാൾ പെയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്കെച്ചപ്പിലോ അല്ലെങ്കിൽ 3ds Maxലോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു നോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഡിഫോൾട്ട് മെറ്റീരിയൽ എന്ന് പറയുന്നത് യൂസ് ചെയ്യേണ്ട. എപ്പോഴും വൈറ്റ് വാൾ പെയിന്റ് വൈറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് വൈറ്റിന് ഇട്ടിട്ട് നിങ്ങൾക്ക് ബേസ് കളറിൽ പോയി കളർ മാറ്റി കൊടുക്കാവുന്നുള്ളൂ, കളർ വേറെ വേണമെങ്കിൽ. ഓക്കെ, അങ്ങനെ ചെയ്യാൻ നോക്കാം. മെറ്റീരിയലൊക്കെ എപ്പോഴും നല്ലത് തന്നെ പുറത്തുനിന്നാണെങ്കിൽ എടുത്തിട്ട് ഇടാൻ നോക്കാം. PBR മെറ്റീരിയൽ ഇടാൻ നോക്കാം. PBR മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ വൈറ്റ് വാൾ പെയിന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട നോർമൽ മാപ്പ്, സ്പെക്കുലർ റഫ്നെസ് മാപ്പ്, ഇങ്ങനെ മാപ്പുകളുള്ള മെറ്റീരിയലാണ് PBR മെറ്റീരിയൽ. ഫിസിക്കലി ബേസ്ഡ് കണ്ടറിങ് മെറ്റീരിയൽ എന്ന് പറയും. അതും നമുക്ക് പുറത്ത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ നോക്കാം. മെയിനായിട്ട് ഗ്ലാസ് സ്പെക്കുലർ അഡ്ജസ്റ്റ് ചെയ്യുക. എവിടെയെങ്കിലും റിഫ്ലക്ഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ കൊടുക്കാൻ നോക്കാം മെറ്റീരിയലിന്. പിന്നെ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, അതുപോലെ ജിയോ ആൻഡ് സ്കൈ ആൻഡ് കസ്റ്റം, ഈ ഒരു 2 കാര്യങ്ങളും ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. എപ്പോഴും ആൾട്ടിറ്റ്യൂഡൊക്കെ മിക്കവാറും 20 തന്നെ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷെ അസിമുത്ത് നമ്മുടെ മോഡൽ ഓറിയന്റേഷൻ അനുസരിച്ച് മാറ്റേണ്ടി വരും. ഈ ആൾട്ടിറ്റ്യൂഡ് 20, അസിമുത്ത് 79 എന്നുള്ള ചിലപ്പോൾ ഒന്ന് കറക്കിയൊക്കെ നോക്കേണ്ടി വരും ഏത് ആംഗിളിൽ അടിക്കണമെന്നുള്ളത്. ആ രീതിയിലൊക്കെ ഒന്ന്
ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ക്ലാസ് എന്ന രീതിയിലാണ് എൻ്റെ എക്സ്റ്റീരിയർ റെൻഡറിങ് മാസ്റ്റർ ക്ലാസ് വന്നത്. അത് 1 അവറിന് മേലെയുണ്ട്. അതിൽ ഞാൻ ഈ ഒരു ഫ്രീ വെർഷനിൽ എങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളതും പ്രോ വെർഷനിൽ എടുക്കാന്നുള്ള 2 കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടവർക്ക് അതെടുക്കാം, കുഴപ്പമൊന്നുമില്ല. PBR മെറ്റീരിയൽ വേണമെങ്കിൽ അത് എൻ്റെ ഇൻറ്റീരിയർ മാസ്റ്റർ ക്ലാസ്സിലാണ് വരുന്നത്. PBR മെറ്റീരിയൽസ് ഞാൻ അതിൽ എൻ്റെ ക്ലാസ്സിൻ്റെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ലിങ്ക് കിടപ്പുണ്ടാവും, വേണ്ടവർക്ക് എടുക്കാവുന്നുള്ളൂ. എന്നാലും ഇപ്പോൾ ഫ്രീ വെർഷൻ ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നുള്ളൂ. ചെയ്യുന്ന ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫ്രീ വെർഷൻ ആണെന്നും പറഞ്ഞാലും വിഷമിക്കേണ്ട ആവശ്യമില്ല, നമുക്കിതുപോലെ സെറ്റാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ കാണാം.